അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. അമ്മായിയമ്മയും മരുമകളും പിണക്കം, ഭാര്യ ഭർത്താക്കന്മാർ പിണക്കം, ബന്ധുക്കൾ തമ്മിൽ പിണക്കം, ശത്രുത. അങ്ങനെയുള്ളൊരവസരത്തിൽ അതെല്ലാം മാറാൻ വേണ്ടിയിട്ട്, അവരുടെ മനസ്സ് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചെറിയൊരു ഖുർആനിക പരിഹാരമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഏതെങ്കിലും നമസ്കാരത്തിന് ശേഷം 5 വഖത്തിൽ ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷം ആരുടെ മനസ്സാണോ സ്വഭാവമാണോ മാറേണ്ടത് എന്ന ഉദ്ദേശത്തോടെ സൂറത്തുൽ ഇൻഷിറാഹാണ് ഓതേണ്ടത്. അപ്പോൾ അത് നമ്മൾ നമസ്കരിച്ചതിന് ശേഷം സൂറത്തുൽ ഇൻഷിറാഹ്. സൂറത്ത് ഇങ്ങനെയാണ് വരുന്നത്: അലം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖദ ളഹ്റക വറഫഅനാ ലക ദിക്റക ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ ഫഇദാ ഫറഗ്ത ഫൻസബ് ഫഇലാ റബ്ബിക ഫർഗബ്. ഈ സൂറത്ത് 17 തവണ ഓതുക. 17 തവണ സൂറത്തുൽ ഇൻഷിറാഹ് ഓതുക. 17 തവണ സൂറത്ത് ഓതുമ്പോഴും 17 തവണയും ദുആ ചെയ്യുക. ആരുടെ മനസ്സാണോ മാറേണ്ടത് അത് നമ്മൾ പറഞ്ഞ് ദുആ ചെയ്യുക. നല്ല ഇഖ്ലാസോടെ ഭയഭക്തിയോടുകൂടി ഓരോ തവണ ഓതിക്കഴിയുമ്പോൾ മനസ്സ് മാറാൻ വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. നമസ്കാരത്തിന് ശേഷമാണ് ചെയ്യേണ്ടത്. ദിവസത്തിൽ ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷം 1-2 തവണ ഇത് ഓതി ദുആ ചെയ്താൽ മതിയാവും. നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുടെ മനസ്സ് മാറി നമ്മളോട് സ്നേഹം തോന്നുകയും പിണക്കങ്ങളൊക്കെ മാറുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ്. ആമീൻ. എല്ലാവരുടെ ആഗ്രഹങ്ങളും നടക്കട്ടെ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. ആമീൻ. റബ്ബിക റബ്ബുൽ ആലമീൻ.